അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. അറിവിന്റെ ആവനാഴിയിലേക്ക്, കാനാൻ ദേശത്തിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളിലെ മികച്ചവയിലേക്ക്, ബെസ്റ്റ് ഓഫ് കാനാൻ ദേശത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഈ എപ്പിസോഡിലും നിങ്ങൾക്കായുള്ള ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഒളിച്ചിരിപ്പുണ്ട്. അതായത് നിങ്ങളെ കാനാൻ ദേശത്തിന്റെ സീസൺ 2 കൈപിടിച്ചു കയറ്റാനുള്ള പിടിവള്ളി. ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് നിങ്ങൾ കാനാൻ ദേശത്തിന്റെ ഫ്രെയിമിലേക്ക് കടന്നു വരേണ്ടത്. കാത്തിരിക്കുക. $100 out of 100, $50 out of 50, $10 out of 10. കേൾക്കാൻ സുഖമുള്ള റിസൾട്ട് അല്ലേ? എന്നാൽ അതിനൊപ്പം ഒന്നുകൂടി 12 out of 12. അതെ, കാനാൻ ദേശത്തിന്റെ കഴിഞ്ഞ സീസണിൽ ചോദിച്ച 12 ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകി വിജയപീഠത്തിലേറിയ സിസ്റ്റർ മീര ടോം. CMC സന്യാസിനി സഭാംഗമായ സിസ്റ്റർ മീര ടോം ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായി ജോലി ചെയ്യുന്നു. സിസ്റ്റർ മീര ടോമിന്റെ വിജയവഴിയിലേക്ക്, ബെസ്റ്റ് ഓഫ് കാനാൻ ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ പുതിയ എപ്പിസോഡുമായി ഇതാ വീണ്ടും നമ്മൾ ഒത്തുചേരുന്നു. ഗോൾഡൻ സീറ്റിലേക്ക് കടന്നു വരുന്നു സിസ്റ്റർ മീര ടോം CMC. സിസ്റ്റർ, യു ആർ മോസ്റ്റ് വെൽക്കം. Welcome to Kanan Desham. Please take your golden seat. ഇപ്പോൾ നമ്മോടൊപ്പം ഇതാ ഈ മത്സരവേദിയിൽ സിസ്റ്റർ മീര ടോം. സിസ്റ്റർ മീര ടോം CMC സന്യാസ സഭയിലെ അംഗം. സഭയിലേക്ക് കടന്നു വന്ന വഴികള്, സിസ്റ്റർ പിറന്നു വീണ കുടുംബം, പശ്ചാത്തലം ഇവ ചുരുക്കത്തിൽ ഒന്ന് പങ്കുവയ്ക്കും. എൻ്റെ വീട് അങ്കമാലിക്ക് അടുത്ത് അടക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് കൂടുതലും താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും 2 ചേച്ചിമാരും ഞാനും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പച്ചൻ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചു. പിന്നെ എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെന്നോ കരുതിയല്ല ഞാനൊരു സിസ്റ്ററായത്. ഞാൻ ജനിക്കും മുൻപേ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം പോലെ എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒന്നായിരുന്നു ഒരു സിസ്റ്റർ ആവുക എന്നുള്ളത്. ഞാൻ സംസാരിച്ചു തുടങ്ങി ആ കാലഘട്ടങ്ങളിൽ മുതൽ ഞാൻ ആരാകണമെന്ന് തൊട്ട അയൽവക്കം സിസ്റ്റേഴ്സ് തന്നെ, CMC സിസ്റ്റേഴ്സ് തന്നെയാണ് അയൽവക്കം എന്ന് പറയുന്നത്. സിസ്റ്റേഴ്സ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യ വാക്കുകളിൽ പോലും സിസ്റ്റർ ആകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ വാക്കുകൾ അന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ ചിട്ടാകണം എന്നാണ് അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് പറയും കുഞ്ഞിലെ മുതൽ സിസ്റ്റർ ആകണം എന്ന് പറയുന്നവർ പിന്നീട് ഒരിക്കലും സിസ്റ്റർ ആകില്ല എന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിലും അയൽവക്കത്ത് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ആയാലും, സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിലായാലും, ആ കോൺവെന്റിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് ആയാലും ദൈവങ്ങളിൽ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോൺവെന്റിലേക്ക് വരണത്. വീട്ടിൽ നിന്ന് ആദ്യം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാനെടുത്ത തീരുമാനം മാറ്റാൻ വളരെ സാധ്യത കുറവാണെന്ന് വീട്ടിലുള്ളവർക്കും അറിയാം. അതുകൊണ്ട് അവർക്ക് അവസാനം സമ്മതം മൂളേണ്ടി വന്നു. ഇല്ലെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാതെ തന്നെയും ഞാൻ കോൺവെന്റിലേക്ക് പോയെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ സമ്മതം തന്നു. പിന്നീടായാലും എൻ്റെ ഓരോ വഴികളിലും, ദൈവവിളിയുടെ ഓരോ വഴികളിലായാലും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിമാരും, അതുപോലെ അമ്മയുടെ ആങ്ങള, അപ്പൻ കഴിഞ്ഞാൽ ഞാൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അമ്മയുടെ ആങ്ങളയ്ക്കാണ്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കുമാണ്. ഇവരെൻ്റെ വഴികൾ, ദൈവവിളിയുടെ വഴികളിൽ ഒത്തിരി കരുത്തായിരുന്നു. എല്ലാ സമയവും എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ എൻ്റെ ഓരോ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും സങ്കടങ്ങളിലും, അത് വീട്ടിലായിരിക്കുമ്പോഴും കോൺവെന്റിലേക്ക് വന്നതിന് ശേഷവും എപ്പോഴും അവരെനിക്കൊരു കരുത്തായിരുന്നു. അങ്ങനെയായിരുന്നു ദൈവവിളിയിൽ എനിക്ക് പ്രോത്സാഹനം കിട്ടിയതും കോൺവെന്റിൽ വന്ന് ചേരാനിടയായ സംഭവങ്ങൾ. സിസ്റ്റർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു? ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക്.
ഒത്തിരി സന്തോഷം സിസ്റ്റർ മീര ടോം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സിസ്റ്ററിന്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ 7 ബ്ലോക്കുകൾ തെളിഞ്ഞു വരും. 7 നിറങ്ങളിലുള്ള ബ്ലോക്കുകൾ. ഇഷ്ടമുള്ള നിറമുള്ള ബ്ലോക്ക് സിസ്റ്ററിന് തിരഞ്ഞെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബ്ലോക്കിലാണ് സിസ്റ്ററിനുള്ള ചോദ്യങ്ങൾ. ആരംഭിക്കാം. റെഡ്. റെഡ്. വെള്ള വസ്ത്രം. റെഡ് കളർ സെലക്ട് ചെയ്തു. രണ്ടും വൈരുദ്ധ്യങ്ങൾ. എന്താ റെഡിനോട് അറ്റാച്ച്മെന്റ്? റെഡിനോട് പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. റെഡ് എന്ന് പറയുമ്പോൾ ഒരു അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരു കളർ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മളൊരു ലോകത്തിനും ഒരു പ്രകാശം ആകേണ്ടവരാണ്. അതുപോലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു ജ്വാല ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഒരു റെഡിനോടുണ്ട്. പ്രധാനമായിട്ടും ആ അവസാനം പറഞ്ഞ ആഗ്രഹമല്ലേ ഇതിന്റെ പിന്നിൽ? പരിശുദ്ധാത്മാവിന്റെ ഒരു ചിത്രവും മനസ്സിൽ വന്നു അല്ലേ? അനുഗ്രഹങ്ങൾ സമർത്ഥമായിട്ട് വർഷിക്കുന്ന ആ വിശ്വാസം, ആ പ്രതീക്ഷ, വാസ്തവത്തിൽ അതല്ലേ ഈ നിമിഷം വരെയും സിസ്റ്ററിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയുടെ അരൂപിൽ നിറഞ്ഞു നിന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. സിസ്റ്റർ മീര ടോമിനുള്ള കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. മോശയുടെ സഹായി ആരായിരുന്നു? ഓപ്ഷൻ എ എലിയേസർ, ഓപ്ഷൻ ബി ഹർഷോം, ഓപ്ഷൻ സി ജോഷുവ, ഓപ്ഷൻ ഡി അഹറോൺ. ആലോചിക്കാം, സമയമുണ്ട്. ഓപ്ഷൻ ഡി അഹറോൺ. ഓപ്ഷൻ ഡി അഹറോൺ. ജോഷുവയുണ്ട് അപ്പുറത്ത്. അഹറോണിൽ ലോക്ക് ചെയ്യാമോ? ചെയ്യാം. ലോക്ക് ചെയ്താൽ പിന്നെ മാറാൻ സാധിക്കില്ല. ഉറപ്പിക്കട്ടെ? ഓപ്ഷൻ ഡി അഹറോൺ. പ്ലീസ് ലോക്ക്. ആദ്യത്തെ ചോദ്യം വളരെ ലളിതമായ ഒരു ചോദ്യം. ഉത്തരത്തിൽ അല്പം കൺഫ്യൂഷൻ ചിലർക്കൊക്കെ ഉണ്ടാകാം. പക്ഷെ സിസ്റ്റർ മീര ടോമിന് ഒരു കൺഫ്യൂഷനും ഇല്ല. ഉറപ്പിച്ചു. മാറ്റമില്ലാത്ത ഒരുറപ്പീര്. ഉത്തരം ശരിയോ തെറ്റോ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. കൺഗ്രാജുലേഷൻസ് സിസ്റ്റർ. ആദ്യ ചോദ്യം ഉത്തരം വളരെ വ്യക്തമായി. ഉടൻ പറഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് CMC സന്യാസ സഭ, ഇന്ന് ഭാരത സഭ, ആഗോള കത്തോലിക്ക സഭ വളരെ അഭിമാനത്തോടെ കാണുന്ന നിമിഷങ്ങളാണ്. ഒന്നല്ല, 2 കാര്യങ്ങൾ ഒരുമിച്ച് ഒരേ ദിവസം സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്താണ് ആ കാര്യം? ഞങ്ങളുടെ സ്ഥാപക പിതാവ് വാഴ്ത്തപ്പെട്ട ചാവറ പിതാവും ഞങ്ങളുടെ CMC സന്യാസിനി സമൂഹത്തിലെ അംഗമായ വാഴ്ത്തപ്പെട്ട യുപ്രാസ്യാമയും വിശുദ്ധ പദവിയിലേക്ക് ഉയരുകയാണ്. CMC സന്യാസ സഭയ്ക്ക് കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തം അല്ലേ? എങ്ങനെ ഉൾക്കൊള്ളുന്നു ഈ സന്തോഷം സിസ്റ്റർ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കൊരു അപ്പനുണ്ട് എന്നൊരു ചിന്ത വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിനെ ഞാൻ അപ്പ എന്നാണ് വിശേഷിപ്പിക്കാറ്. അപ്പം അപ്പനെ ഒന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക എന്നത് എന്നെ സംബന്ധിച്ച് ഒത്തിരി അഭിമാനമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട ഔപ്രാസ്യമനെ സംബന്ധിച്ചിടത്തോളം ഈ സഭയിൽ നിന്ന് ഒരു വിശുദ്ധി ഉണ്ടാവുക എന്നാൽ എനിക്കും ഒരു വിശുദ്ധയാകാൻ സാധിക്കും എന്നതിന് ഒരു തെളിവ് കൂടിയാണത്. മറ്റേതൊരു സഭയിൽ ഞാൻ അംഗമായിരുന്നാലും അവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ തൊട്ടയൽവക്കത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന CMC സന്യാസി സമൂഹത്തിലെ ഒരംഗമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഒത്തിരി ആത്മസംതൃപ്തിയോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ് എനിക്കിത്. CMC സന്യാസ സഭ
കടന്നു ചെല്ലുന്ന വേദികൾ അത് നമുക്ക് ഇനിയും തുടരാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണം. സിസ്റ്റർ മീര ടോമിന് കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യേശു തെരഞ്ഞെടുത്ത ആദ്യത്തെ ശിഷ്യന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ ശിമയോനും യോഹന്നാനും, ഓപ്ഷൻ ബി ശിമയോനും അന്ത്രയോസും, ഓപ്ഷൻ സി യാക്കോവും യോഹന്നാനും, ഓപ്ഷൻ ഡി തദേവൂസ് ശിമയോൻ. രണ്ടുപേരെയാണ് തെരഞ്ഞെടുത്തത്. ആദ്യം ബി ശിമയോനും അന്ത്രയോസും. ഡി ശിമയോനും അന്ത്രയോസും. യാക്കോവും യോഹന്നാനും ഓപ്ഷൻ സി ആയിട്ടുണ്ട്. ആലോചിക്കാം. ഓപ്ഷൻ ബി ശിമയോനും അന്ത്രയോസും ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യാം. പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ശിമയോനും അന്ത്രയോസും. കൺഫ്യൂഷൻ വല്ലതും ഉണ്ടായോ സിസ്റ്ററിന്? കുറച്ച് സംശയം ഉണ്ടായി. എന്ത് സംശയം? യാക്കോവും യോഹന്നാനുമാണോ എന്നുള്ളതാണോ? ശിമയോനും യോഹന്നാനും അതാണോ? എവിടെയായിരുന്നു ആ കൊച്ചു സംശയം? ശിമയോനും യോഹന്നാനും എന്നുള്ളതായിരുന്നു സംശയം. പക്ഷെങ്കിൽ ബിയിൽ കൊണ്ടുവന്ന് അങ്ങ് ലോക്ക് ചെയ്തു. ഉത്തരം ശരിയോ തെറ്റോ അന്വേഷിക്കണോ? വേണം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഓപ്ഷൻ ബി. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ശിമയോനും അന്ത്രയോസും. എങ്ങനെയായിരുന്നു ഈശോ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്? ഈശോ കടൽ തീരത്തിലൂടെ നടക്കുമ്പോ, ഏത് കടൽ തീരത്തൂടെ? ഗലീലി കടൽ തീരത്തൂടെ നടക്കുമ്പോ ശിമയോനും പത്രോസും വലയുടെ കേട് പോക്കുകയായിരുന്നു, വല നന്നാക്കുകയായിരുന്നു. ആ സമയത്ത് ശിമയോനും പത്രോസിനെയും വിളിച്ചു. പിന്നീട് യാക്കോബും യോഹന്നാനും സ്വന്തം വഞ്ചിയിൽ ഇരുന്ന് പിതാവിനോടൊപ്പം വലയുടെ കേട് പോക്കുകയായിരുന്നു. ശിമയോനും അന്ത്രയോസും. രണ്ടാമത് ആദ്യം ശിമയോനെയും അന്ത്രയോസിനെയും വിളിച്ചു. കറക്റ്റ്, ശിമയോനും അന്ത്രയോസും ആദ്യം. രണ്ടാമത് ഈശോ നടക്കുമ്പോ സെബദിയുടെയും പുത്രന്മാര് പിതാവിനോടൊപ്പം യാക്കോബും യോഹന്നാനും ഇരിക്കുകയായിരുന്നു, അവരെ വിളിച്ചു. ആദ്യം ശിമയോനും അന്ത്രയോസും വല വീശുന്നു, അവരെ വിളിച്ചു. അവരോട് എന്താണ് ഈശോ പറഞ്ഞതെന്നറിയാമോ? എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക. അടുത്ത വാക്ക്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അതിനുശേഷം അവര് വല ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ പോയി. തുടർന്നാണ് എന്ത് സംഭവിച്ചു? യാക്കോബിനെയും യോഹന്നാനെയും അവരെന്ത് ചെയ്തു? അവര് പിതാവിനെ മറ്റു സേവകന്മാരോടൊപ്പം കയറ്റി അയച്ചിട്ട് വഞ്ചിയും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. എക്സാക്ട്ലി കറക്റ്റ് സിസ്റ്റർ, പ്രത്യേക അഭിനന്ദനങ്ങൾ. ബൈബിളിൽ ആഴങ്ങളിലേക്ക് സിസ്റ്റർ മീര ടോം ഇറങ്ങിച്ചെന്നിരിക്കുന്നു. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെള്ള പൂശിയ മതിലെ എന്ന് ആരെയാണ് പൗലോസ് വിളിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി. വെള്ള പൂശിയ മതിലെ എന്ന് പൗലോസ് വിളിച്ചത് ആരെ? ശരിയുത്തരം SMS ആയോ ഇമെയിലായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, പൊതുവായിട്ട് പറഞ്ഞു. വാസ്തവത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്നത്? വ്യത്യസ്തമായ ജീവിത ശൈലികളാണ് ഇന്ന് കുടുംബങ്ങളിലുള്ളത്. അപ്പോൾ ഈ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസത്തിന്റെ ഒരു
തിരി അവിടെ തെളിക്കുക എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഒത്തിരി റിസ്ക്കാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ചില സമയത്ത് ദൈവത്തെ അള്ളിപ്പിടിച്ചിട്ടുണ്ടാകും, എന്നാൽ ചില സമയത്ത് ദൈവത്തെ ഒരു വസ്ത്രം മാറ്റിവെക്കുന്നത് പോലെയോ ആഭരണം ഊരി വെക്കുന്നത് പോലെയോ അവർ മാറ്റി നിർത്തിയിട്ടുണ്ടാകും. പിന്നെ ഏറ്റവും വേദനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുക എന്നത് വളരെ പ്രയാസകരമായ ഒരു അനുഭവമായിട്ട് അവർ ദൈവത്തെ അപ്പാടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞേക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് എങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാവുന്നുള്ളൂ. നമ്മുടെ വാക്കുകളല്ല ഒരിക്കലും വിജയിക്കുക. എന്താണ് ദൈവം അവരോട് പറയുന്നത്? വചനത്തിന്റെ ശക്തി കൊണ്ട് മാത്രം വിജയിക്കുന്ന കുടുംബങ്ങളാണ് പലതും. ഒന്നും പറയാതെ, മറുപടി ഒന്നും പറയാതെ, അവസാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുറന്നെടുക്കുന്ന ഒരൊറ്റ വചനം കൊണ്ട് പൊട്ടിക്കരയുന്ന തങ്ങളുടെ പാപാവസ്ഥ മുഴുവൻ പിന്നീടായിരിക്കും അവർ തുറന്നു വയ്ക്കുക. അങ്ങനത്തെ കുടുംബങ്ങളെയാണ് കൂടുതലും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. അന്ന് വരെ അവരെല്ലാം അടച്ചു പൂട്ടി വയ്ക്കും. എന്നാൽ വചനം എന്നൊരൊറ്റ ശക്തി കൊണ്ട് അവർ അവരുടെ ജീവിതം മുഴുവൻ അപ്പാടെ മുന്നിൽ തുറന്നു വെക്കുന്ന ഒരു സാഹചര്യമാണ് കാണുക. ഇങ്ങനെയാണ് കുടുംബ സന്ദർശന സമയങ്ങളിൽ കൂടുതലും അനുഭവപ്പെട്ടിരിക്കുന്നത്. വളരെ അർത്ഥപൂർണമായ ഈ പങ്കുവയ്ക്കൽ തുടരാം. കാനാൻ ദേശത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിസ്റ്റർ മീര ടോമിനുള്ള കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷമനുസരിച്ച് എത്ര വർഷം രോഗം ബാധിച്ചു കിടന്ന തളർവാദ രോഗിയാണ് ഈശോ സുഖപ്പെടുത്തിയത്? ഓപ്ഷൻ എ 40 വർഷം, ഓപ്ഷൻ ബി 30 വർഷം, ഓപ്ഷൻ സി 25 വർഷം, ഓപ്ഷൻ ഡി 38 വർഷം. ആലോചിക്കാം. എല്ലാം 40-ൽ താഴെയുള്ള വർഷങ്ങൾ. ഓപ്ഷൻ ഡി 38 വർഷം. ഓപ്ഷൻ ഡി 38 വർഷം. ആലോചിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ലോക്ക് ചെയ്തോട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി 38 വർഷം. 40-ഉം 30-ഉം 25-ഉം വേണ്ടാന്ന് വെച്ച് 38-ൽ എത്തിയിരിക്കുന്നു. സിസ്റ്ററിനും പ്രായം എത്ര? 31-ൽ. ഇനിയും വർഷങ്ങൾ 38 വർഷം. എന്താ 38-ലേക്ക് ഉറപ്പിക്കാനുള്ള കാരണം? 38 വർഷമാണ് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ വായിക്കുമ്പോ അതങ്ങനെ ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിട്ട് വെച്ചിരുന്നത് ഈശോ ജനിക്കുന്നതിന് മുൻപേ തളർവാദം പിടിച്ചു കിടന്ന ആളാണ്. അങ്ങനെ 38 പിന്നെ അതിനൊക്കെ 40 വർഷം കിടപ്പുണ്ടെങ്കിലും 38 വർഷമാണ് വായിച്ച ഓർമ്മയുണ്ട്. ഇതെല്ലാം ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പല ബന്ധങ്ങളും രൂപപ്പെടുത്താറുണ്ടല്ലേ? 38 വർഷം. ഉത്തരം ശരിയോ തെറ്റോ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. കൺഗ്രാറ്റുലേഷൻസ് സിസ്റ്റർ. ഓപ്ഷൻ ഡി 38 വർഷം. ഏതായിരുന്നു ആ സാഹചര്യം അറിയാമോ? ബെത്സൈദ കുളക്കരയില് തളർവാദ രോഗി 38 വർഷമായിട്ട് കിടക്കുകയായിരുന്നു. യേശു അതിലെ കടന്നു പോയപ്പോ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ കുളത്തിലിറക്കാനായിട്ട് ആരും ഇല്ലെന്ന്. വെള്ളം ഇളകുമ്പോൾ കുളത്തിലിറക്കാൻ ആരുമില്ല. യേശു പറഞ്ഞു നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തളർവാദ രോഗി കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി. ആ കിടക്ക ചുമന്നതിനെയായിരുന്നു പിന്നീട് കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഫരിസേയര്, യഹൂദര്. അതിനുശേഷം യേശു ഈ തളർവാദ രോഗിയെ കാണുന്നുണ്ട്. എവിടെ വെച്ച്? ദേവാലയത്തിൽ വെച്ച്. എന്തായിരുന്നു അപ്പോൾ പറഞ്ഞത്? നീ സുഖം പ്രാപിച്ചിരുന്നു, മേലിൽ പാപം ചെയ്യരുതെന്ന്. അദ്ദേഹം ഉടനെ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് സിസ്റ്റർ. 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ. സിസ്റ്റർ ഒറ്റയ്ക്കല്ല വന്നതെന്ന് എനിക്കറിയാം. കൂട്ടത്തിൽ സിസ്റ്റേഴ്സ് വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ സിസ്റ്റർ ഗീത മരിയ, കൊരട്ടി ദേവമാത ഹോസ്പിറ്റലിലെ കുട്ടികളുടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. വേങ്ങൂർ മേരിമാത പ്രൊവിൻഷ്യലേറ്റിൽ ഒരു പ്രൊവിൻഷ്യൽ കൗൺസിലറും കൂടിയാണ് ഹീലിംഗ് മിനിസ്ട്രിയുടെ. സിസ്റ്റർ ലിറ്റിൽ തെരേസ്,
സഭയിലേക്ക് സിസ്റ്ററാവാൻ വരുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു. ചൊവ്വര നൗഷ്യറ്റ് കോൺവെന്റിലാണ് ഇപ്പോൾ ഈ സന്യാസ പരിശീലനം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ സിസ്റ്റർ നവീന, ചെങ്ങൽ സെയിന്റ് ജോസഫ് GHSലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സഭയിൽ നല്ല ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മീര ടോം ഒട്ടനവധി പങ്കുവെക്കലുകൾക്ക് ശേഷം 3 ശരിയായ ഉത്തരങ്ങളും നൽകി മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭമാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ സിസ്റ്റേഴ്സിന്റെ പങ്കുവെക്കലുകളും ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷകളോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. തീർച്ചയായും. സിസ്റ്റർ മീര ടോമിന് അടുത്ത ചോദ്യം ഇതാ തയ്യാറായിരിക്കുകയാണ്. ചോദിക്കട്ടെ. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 4ാമത്തെ ചോദ്യം സിസ്റ്റർ മീര ടോമിന് ഇതാണ്. ലോത്ത് അബ്രാഹമിന്റെ ആരായിരുന്നു? ഓപ്ഷൻ എ സഹോദരപുത്രൻ, ഓപ്ഷൻ ബി ഭാര്യ സഹോദരൻ, ഓപ്ഷൻ സി സഹോദരൻ, ഓപ്ഷൻ ഡി പൃഥു സഹോദരൻ. ആലോചിക്കുക. 45 സെക്കൻഡുകൾ. 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ സഹോദരപുത്രൻ. ഓപ്ഷൻ എ സഹോദരപുത്രൻ. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ സഹോദരപുത്രൻ. ടെൻഷനുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്തെങ്കിലും ഇല്ല, കുഴപ്പമില്ല. റിലാക്സ് ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയല്ലേ ഉത്തരം തന്നത്? അതെ, ഉറപ്പിച്ചിരിക്കുകയാണ്. മാറ്റാൻ സാധിക്കാത്ത സാഹചര്യം. പരാജയപ്പെട്ടാൽ പുറത്തു പോകേണ്ടി വരും. വിജയിച്ചാൽ അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. അഗൈൻ കൺഗ്രാറ്റുലേഷൻ. ഓപ്ഷൻ എ സഹോദരപുത്രൻ. എന്താ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പെട്ടെന്ന് പറയാൻ സാഹചര്യം? അബ്രാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ടപ്പോ ഈ ലോത്തിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെ പറയുന്നുണ്ട് ലോത്ത് സഹോദരന്റെ പുത്രനാന്ന്. പിന്നീട് ഇവര് ഒരു സ്ഥലം ഭാഗിക്കണ വരണുണ്ട്. അപ്പോ ലോത്ത് നല്ല ഭാഗം തെരഞ്ഞെടുത്തു. അതിനു മുൻപ് അബ്രഹാം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിൽ ഒരിക്കലും കലഹം ഉണ്ടാകരുത്, അവര് ഒന്നിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. നമ്മൾ മുതിർന്നവരാണല്ലോ ഇളയവർക്ക് കൊടുക്കാറ്. ഉള്ളതില് ഇളയത് സഹോദരപുത്രൻ തന്നെയാണ്. താങ്ക് യു സിസ്റ്റർ. പ്രത്യേക അഭിനന്ദനങ്ങൾ. 4 ചോദ്യം ശരിയായ ഉത്തരം. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അങ്കമാലി പ്രോവിൻസ് CMC സഭയുടെ നല്ല ശക്തമായ അടിത്തറ സ്വാധീനമുള്ള പ്രോവിൻസ്. പ്രൊവിൻഷ്യാളമ്മയെ നമുക്കൊന്ന് വിളിക്കണ്ടേ? നമുക്ക് വിളിക്കാം. ഒന്ന് വിളിച്ചാലോ? അമ്മേ, മീരിയാണ്. മനസ്സിലായി പറഞ്ഞോളൂ. ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സാറിന് കൊടുക്കാം. പ്രൊവിൻഷ്യാളമ്മേ, ആദ്യം പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞങ്ങൾ എല്ലാവരും CMC സന്യാസ സഭയ്ക്ക് ഈ അടുത്ത ദിവസം ഉണ്ടായ വലിയ അനുഗ്രഹത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അഭിനന്ദിക്കുന്നു. സിസ്റ്റർ മീര ടോം, ഞാൻ ചോദ്യങ്ങൾ സഹോദരിയാണ് മീര. മിടുമിടുക്കിയായിട്ട് പങ്കുചേരിയാണ് സിസ്റ്റർ. അഭിമാനിക്കാം. ഞങ്ങൾക്ക് അഭിമാനം മീരയില്ല. എന്തൊക്കെയുണ്ട് സിസ്റ്റർ പ്രോവിൻസിന്റെ ആക്ടിവിറ്റീസ്? ആത്മീയ തലങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ സിസ്റ്റേഴ്സ് 3 പേര് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലിംഗ് വളരെ പ്രഘോഷണമൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അവര് അത് റിസൈൻ ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ 5 പേര്
ധോണിയിലെ ക്രിസ്റ്റീന് വേണ്ടിയിട്ട് അതിന്റെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് അൽമായ സമൂഹമായിട്ടുള്ള ബന്ധം? അൽമായനൊക്കെ നല്ല ബന്ധത്തിൽ ബന്ധം പുലർത്തുന്ന ഇടവകളിലൊക്കെ ഇടവക സേവനം സാധിക്കുന്നത്ര കഴിവ് പോലെ സിസ്റ്റേഴ്സ് ചെയ്തു വരുന്നുണ്ട്. സംഘടനകളിലുള്ള പ്രവർത്തനങ്ങള്, കുടുംബ യൂണിറ്റുകളിലുള്ള പ്രവർത്തനങ്ങള്, പിന്നെ ഹോം മിഷൻ സിസ്റ്റേഴ്സ് ഇപ്പൊ ഹോം മിഷന് വേണ്ടിയിട്ട് നീങ്ങി നിന്ന് അത് പ്രവർത്തിക്കുന്നു. കുടുംബ സന്ദർശനം, അതുപോലെ തന്നെ മദ്യപാനം അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് നീങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു. പ്രൊവിൻഷ്യാലമ്മയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ സജീവ സാന്നിധ്യമായിട്ട് ഈ റിയാലിറ്റി ഷോയിൽ നിറഞ്ഞു നിൽക്കുകയുമാണ്. ഒത്തിരി നന്ദി പ്രൊവിൻഷ്യാലമ്മേ. താങ്ക് യു സിസ്റ്റർ. പ്രിയപ്പെട്ട പ്രൊവിൻഷ്യാലമ്മയ്ക്കും പ്രൊവിൻസിലുള്ള സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ സ്നേഹവും അന്വേഷണവും തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം സിസ്റ്റർ മീര ടോമിനുള്ള കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 5ാമത്തെ ചോദ്യം ഇതാണ്. ഗലീലി കടലിന്റെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻ എ ഏനോൻ, ഓപ്ഷൻ ബി ചെങ്കടൽ, ഓപ്ഷൻ സി തിബേരിയാസ്, ഓപ്ഷൻ ഡി ബെത്സൈദ. 4 ഓപ്ഷൻ: ചെങ്കടലും ബെത്സൈദയും ഏനോനും തിബേരിയാസ്. സി തിബേരിയാസ്. ലോക്ക് ചെയ്യാമോ? ചിന്തിക്കണോ? ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി തിബേരിയാസ്. ഉറപ്പാണോ? സുവിശേഷ ഭാഗത്ത് വായിച്ച ചെറിയ ഒരു ഓർമ്മ അല്ലേ? അത്രയേ ഉള്ളൂ. ഏനോനും ബേസേദയും ഒക്കെ കിടക്കുകയാണ്. ഉത്തരം അറിയാനുള്ള ആകാംക്ഷ സിസ്റ്റർ മീര ടോമിനോടൊപ്പം തന്നെ പ്രേക്ഷകർക്കും ഉണ്ട്. ഉത്തരം ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എത്ര ചോദ്യങ്ങൾ? 5 ചോദ്യങ്ങൾ, 5 ശരിയായ ഉത്തരങ്ങൾ. 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെള്ള പൂശിയ മതിലെ എന്ന് ആരെയാണ് പൗലോസ് വിളിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി. വെള്ള പൂശിയ മതിലെ എന്ന് പൗലോസ് വിളിച്ചത് ആരെ? ശരിയുത്തരം SMS ആയോ ഇമെയിലായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. ഇന്നത്തെ യുവജനങ്ങൾ സമർപ്പിത ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സമർപ്പിത ജീവിതത്തെ അകലങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു യുവതലമുറ ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, വീട്ടിൽ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും വന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ വാസ്തവം അതല്ലേ? എന്തു പറയുന്നു? എനിക്ക് തോന്നിയിട്ടില്ല സിസ്റ്റേഴ്സിനോടുള്ള കുട്ടികളുടെ അടുപ്പം കുറഞ്ഞെന്ന്. കാരണം അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സിസ്റ്റേഴ്സിന്റെ ഉടുപ്പൊക്കെ ഒന്ന് ദേഹത്ത് മുട്ടിയാൽ തന്നെ എന്തോ ഒരു വലിയ കാര്യമായിരുന്നു എന്നാ. ഇന്ന് അതുപോലെ തന്നെ കുട്ടികൾ സിസ്റ്റേഴ്സ് ഒന്ന് നോക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ബസ്സിലിരിക്കുമ്പോൾ ഒന്ന് അടുത്തിരിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ നമ്മൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാ. എന്തെങ്കിലും സിസ്റ്റർ ഒന്ന് ചോദിച്ചെങ്കിൽ എന്നുള്ള പോലെ അവർ നമ്മുടെ അടുത്ത് കൂടുന്ന ഒരിതുണ്ട്. ഇപ്പോൾ യുവതലമുറ സന്യാസ ജീവിതത്തെ നോക്കി കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അമ്മമാര് കോൺവെന്റിൽ വരുമ്പോൾ സിസ്റ്റർ ആകുന്നത് 50 പേരായിരിക്കും. ഫസ്റ്റ് പ്രൊഫഷൻ ഉണ്ടാവും. 50, 55, 60 പേരായിരിക്കും. ഇന്ന് വരുമ്പോൾ അത് 10, 8 എന്നതിനകത്ത് കുറയുന്നുണ്ട്.
1866 വാഴ്ത്തപ്പെട്ട ചാവറപ്പിതാവ് ആദ്യമായൊരു CMC സന്യാസിനി സമൂഹം കേരളത്തിൽ സ്ഥാപിച്ചത്. അന്ന് ഒരേ ഒരു സന്യാസിനി സമൂഹമാണ് ഉണ്ടായിരുന്നത് കേരളത്തില്. ഇന്ന് എത്ര സമൂഹം ഉണ്ടെന്ന് നമുക്ക് തന്നെ എണ്ണാൻ നിശ്ചയമില്ലാത്ത വിധം പെരുകി. ഈ എല്ലാ സന്യാസിനി സമൂഹങ്ങളിലെയും ഫസ്റ്റ് പ്രൊഫഷൻ ചെയ്യുന്ന സിസ്റ്റേഴ്സിന്റെ എണ്ണം എടുത്താൽ ഇതേ എണ്ണത്തോട് തുല്യമായിരിക്കും. വെരി ഗുഡ്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായിരുന്നു. സിസ്റ്ററിന്റെ ഉത്തരവും അതിലും വ്യക്തമായിരുന്നു. കാനാൻ ദേശത്തിലേക്ക് കടക്കാം. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 6ാമത്തെ ചോദ്യം ഇതാണ്. ക്രിസ്പോസിനും ഗായൂസിനും ജ്ഞാനസ്നാനം നൽകിയത് ആര്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി സ്നാപക യോഹന്നാൻ, ഓപ്ഷൻ ഡി പൗലോസ്. ഡി പൗലോസ്. ഡി പൗലോസ്. പത്രോസ്, യോഹന്നാൻ, സ്നാപക യോഹന്നാൻ എല്ലാം മാറ്റി ഡി പൗലോസ്. ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഡി പൗലോസ്. സംശയങ്ങൾ മനസ്സിൽ പൊങ്ങി വന്നോ? വന്നു. വചന ഞാൻ ഓർത്തത് ക്രിസ്പോസിനും ഗായൂസിനും അല്ലാതെ ഞാൻ മറ്റാർക്കും സ്നാനം നൽകിയിട്ടില്ല എന്നൊരു വചനം. ആര്? പൗലോസ് ലീഹയുടെ. ഉറപ്പാണോ? ഉത്തരം ശരിയോ തെറ്റോ? കടക്കാം. ഉത്തരം ശരിയോ തെറ്റോ? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എക്സലന്റ് സിസ്റ്റർ. 6ാമത്തെ ചോദ്യം ശരിയായ ഉത്തരം പൗലോസ്. ഈ രണ്ടുപേർക്കും മാത്രമാണോ ജ്ഞാനസ്നാനം നൽകിയത്? അല്ല, വേറെയും കുറച്ച് പേർക്കും കൂടിയുണ്ട്. അതിനകത്ത് ബൈബിൾ ഭാഗത്തിൽ പറയുന്നുണ്ട്, ഞാൻ പൗലോസിന്റെ ആളാണ്, ഞാൻ പത്രോസിന്റെ ആളാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആർക്കും സ്നാനം കൊടുത്തിട്ടില്ല, എന്നാൽ ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നാലെ കുറച്ച് പേരുടെ പേരും കൂടിയും പൗലോസ് പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ക്രിസ്പോസും ഗായൂസും. സിസ്റ്റർ പറഞ്ഞത് വളരെ ശരിയായ ഉത്തരങ്ങളാണ്. പക്ഷെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് സ്റ്റെഫാനോസിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ സ്നാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? ബൈബിളിലെ ഭാഗങ്ങളിലേക്ക് ആഴത്തിൽ സിസ്റ്റർ ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സഭയിൽ ഒത്തിരിയേറെ ചലനങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ വരുത്തിയിരിക്കുന്നത്. ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ലോകം ഉറ്റുനോക്കിയാണ്. ലോകരാഷ്ട്രങ്ങൾ പാപ്പ എന്തു പറയുന്നു അത് അന്വേഷിക്കുകയാണ്. യുവജനങ്ങളുടെ പാപ്പ, അൽമായരുടെ പാപ്പ, വൈദികരുടെ, സന്യാസ്തരുടെ പാപ്പ. സിസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു പാപ്പായുടെ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ, നേതൃത്വം? ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം പ്രത്യേകം നൽകിയ വ്യക്തിയായിട്ടാണ് ഞാൻ പാപ്പയെ കാണണത്. കാരണം ഇന്ന് സമർപ്പിതരായാലും വൈദികരായാലും ആത്മീയമായൊരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വയം നവീകരണത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം. ലാളിത്യമുള്ള ഒരു ജീവിതം, പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു ജീവിതം നയിക്കാൻ ഉള്ളിന്റെ ഉള്ളില് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കണ്ടത്. അതിനെ എത്രത്തോളം ഉണർത്താൻ കഴിയുമോ അതിനെ സഹായിക്കുന്ന, ഉണർത്തുന്ന ഒരു പാപ്പയായിട്ടാണ് ഫ്രാൻസിസ് പാപ്പയെ ഞാൻ കാണുന്നത്. പാപ്പായുടെ അപ്പസ്തോലിക ലേഖനത്തിലായാലും ദരിദ്രരെ ഒരുപാട് പരിഗണിക്കുന്ന വാക്യങ്ങൾ നമുക്ക് അതിനകത്ത് ദർശിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഏതൊരു ഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും, ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും പാപ്പ ഇന്ന് ഓരോ വ്യക്തികളിലേക്കുമാണ് ഇറങ്ങി ചെല്ലുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പാപ്പ ഈ ഒരു കാലഘട്ടത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സിസ്റ്റർ പങ്കുവെച്ച വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയില് എത്രാമത്തെ ചോദ്യമാണ്? 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായാൽ 5000 രൂപയുടെ ക്യാഷ് അവാർഡ് സിസ്റ്ററിന് ലഭിക്കുകയാണ്. ആരംഭിക്കാം. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 7ാമത്തെ ചോദ്യം ഇതാണ്.
എങ്ങോട്ട് പോകുവാനാണ് ജോനായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായത്? ഓപ്ഷൻ എ താർഷീഷ്, ഓപ്ഷൻ ബി ജോപ്പ, ഓപ്ഷൻ സി നിനവേ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. ആലോചിക്കുക, ചിന്തിക്കുക. 45 നിമിഷങ്ങൾ. 4 ഓപ്ഷൻസ്: താർഷീഷ്, ജോപ്പ, നിനവേ, ഇസ്രായേൽ. ഇഷ്ടമുള്ളത് സെലക്ട്. സി നിനവേ. സി നിനവേ ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് സി നിനവേ. കേട്ടപ്പോൾ സംശയങ്ങൾ ഉണ്ടായോ? ഇല്ല. ഇല്ല, ഉറപ്പിച്ചു. ശരിയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സി നിനവേ. എങ്ങോട്ട് പോകുവാനാണ് ജോനായിക്ക് കർത്താവിന്റെ അരുളപ്പാട് ഉണ്ടായത്? താർഷീഷ് അല്ല. ശരിയോ തെറ്റോ? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. വെരി ഗുഡ് സിസ്റ്റർ, കൺഗ്രാറ്റുലേഷൻസ്. 7ാമത്തെ ചോദ്യം കൃത്യമായ ഉത്തരം 5000 രൂപയുടെ ക്യാഷ് അവാർഡും സ്വന്തമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം 8, 9, 10 ചോദ്യങ്ങൾക്ക് ഒരു സഹായം സിസ്റ്ററിന് ലഭിക്കും. ഗോൾഡൻ ചാൻസ്. മറ്റൊരാളുടെ സഹായം ചോദിക്കുവാനുള്ള അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കണോ വേണ്ടയോ? സിസ്റ്റർ തീരുമാനിക്കാം. അടുത്ത ചോദ്യം കടക്കാം. 8ാമത്തെ ചോദ്യം, ഗോൾഡൻ ചാൻസിനുള്ള അവസരം ഉപയോഗിക്കണമോ വേണ്ടായോ? സിസ്റ്ററിന് തീരുമാനിക്കാം. ധ്യാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 8ാമത്തെ ചോദ്യം ഇതാണ്. സ്വന്തം വാളാൽ മുറിവേറ്റ് മരിച്ചു വീണ രാജാവ്. ഓപ്ഷൻ എ ഇഖബാദ്, ഓപ്ഷൻ ബി അബിനാബാദ്, ഓപ്ഷൻ സി സാമുവേൽ, ഓപ്ഷൻ ഡി സാവൂൾ. ആലോചിക്കാം. സമയമുണ്ട്. 45 മിനിറ്റുകളുണ്ട്. 4 ഓപ്ഷൻസ്. ഡി സാവൂൾ. ഡി സാവൂൾ. ഉറപ്പിച്ച് ലോക്ക് ചെയ്ത് പറയട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി സാവൂൾ. എന്താ സാവൂൾ ഉറപ്പിച്ചു? എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? സാവൂള് യുദ്ധത്തിനായിട്ട് പോകുമ്പോ സാവൂളും ജോനാഥനും ഗിബയ കുന്നിലെത്തുമ്പോ ഇനി ശത്രുക്കളുടെ കയ്യിൽ പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് സ്വന്തം ആളയില് മരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്താണ് അതിലൂടെ വേറൊരു അടിമപ്പയ്യൻ അവൻ വരുന്നത്. അപ്പൊ അവനോട് പറയും, എന്റെ രാജസേവകൻ കടന്നു വരുമ്പോ വേറെ ശത്രുക്കളുടെ കയ്യിൽ തന്നെ ഏർപ്പെടാതിരിക്കാൻ നീ വെട്ടിക്കൊല്ലാൻ പറയും. കുഷ്യൻ അവനാണ് ദാവീദിന്റെ അടുത്ത് ചെന്ന് പറയണത്, ഞാൻ കുന്നിലെത്തിയപ്പോ സാവൂള് വാളയിൽ ഊന്നി നിൽക്കുന്നത് ഞാൻ കണ്ടു, ആ മരിച്ച വിവരം അറിയാം, അപ്പൊ ഞാനാണ് വെട്ടിക്കൊന്നെന്ന് പറയുമ്പോ യോവാബിനോട് പറഞ്ഞ് ദാവീദ് സാവൂളിനെ ഈ കൊന്ന ആളെ വെട്ടിക്കൊല്ലുന്നുണ്ട്. അതൊരു സ്ഥലത്ത് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സ്വന്തം വാളയിൽ വീണു മരിച്ചു. അങ്ങനെ 2 സ്ഥലമാണ്. അങ്ങനെ പറയുന്ന സ്ഥലത്ത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സൗളിന്റെ ഒരു മകൻ മാത്രമല്ല, 3 മക്കളും നഷ്ടപ്പെടുകയാണ് സൗളിന്. അതിനുശേഷം സാവൂളിന്റെ ചുറ്റും എതിർ പടയാളികൾ ഒരുമിച്ച് കൂടുന്നു. സാവൂൾ ഒറ്റപ്പെട്ടു. ആ സമയത്താണ് സാവൂൾ പറയുന്നത് രാജസേവകനോട്, എന്നെ കൊന്നു തരൂ എന്ന്. അങ്ങനെയാണ് അതിന്റെ പശ്ചാത്തലം. ഉത്തരം ശരിയോ തെറ്റോ വളരെ കൃത്യമായി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എങ്കിലും കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എട്ട് ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരവുമായിട്ട് യാത്ര തുടരുകയാണ്. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെള്ള പൂശിയ മതിലെ എന്ന് ആരെയാണ് പൗലോസ് വിളിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി. വെള്ള പൂശിയ മതിലെ എന്ന് പൗലോസ് വിളിച്ചത് ആരെ?
ശരി ഉത്തരം SMS ആയോ ഇമെയിലായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. കാനാന്തേശത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കാം. സിസ്റ്റർ മീര ടോമിന് കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 9ാമത്തെ ചോദ്യം ഇതാണ്. സക്കറിയായുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ എ 4 അധ്യായങ്ങൾ, ഓപ്ഷൻ ബി 8 അധ്യായങ്ങൾ, ഓപ്ഷൻ സി 10 അധ്യായങ്ങൾ, ഓപ്ഷൻ ഡി 14 അധ്യായങ്ങൾ. ആലോചിക്കാം. 4, 8, 10, 14. സക്കറിയായുടെ പുസ്തകം. ഹെൽപ്പ് ചോദിക്കാം. ഹെൽപ്പ് ലൈൻ ഗോൾഡൻ ചാൻസ് ഉപയോഗിക്കാം. ഹലോ, ഹലോ സിസ്റ്റർ അനീജോ അല്ലേ? അതെ. സിസ്റ്റർ മീരയാണ് സിസ്റ്ററെ. കാനാന്തേശം പ്രോഗ്രാമിലാണ് ഇപ്പോ ഞാൻ. അപ്പൊ ഞാൻ സാറിന് കൊടുക്കാം. ഹലോ സിസ്റ്റർ. സിസ്റ്റർ മീര ഒട്ടനവധി ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി കാനാന്തേശത്തിലൂടെ മുന്നേറുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുന്നു. അതിന്റെ ഉത്തരത്തിനായിട്ട് സിസ്റ്ററിന്റെ സഹായം തേടുകയാണ്. ചോദ്യം ഒരു പ്രാവശ്യം പറയും. 45 നിമിഷങ്ങൾക്കുള്ളിൽ ഉത്തരം ലഭിക്കുകയും വേണം. ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, ഒരു പ്രാവശ്യമേ ഞാൻ പറയുള്ളൂ. സക്കറിയയുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ എ 4 അധ്യായങ്ങൾ, ഓപ്ഷൻ ബി 8 അധ്യായങ്ങൾ, ഓപ്ഷൻ സി 10 അധ്യായങ്ങൾ, ഓപ്ഷൻ ഡി 14 അധ്യായങ്ങൾ. അധ്യായങ്ങൾ. 14 അധ്യായങ്ങൾ. താങ്ക് യു സിസ്റ്റർ. സിസ്റ്ററിന്റെ ചാൻസ്. 14 അധ്യായങ്ങൾ. 14 അധ്യായങ്ങൾ. ലോക്ക് ചെയ്യാമോ? ചെയ്യാം. പ്ലീസ് ലോക്ക്. ഓപ്ഷൻ ഡി 14 അധ്യായങ്ങൾ. ലോക്ക് ചെയ്തു. എന്താ ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്തു. ഇനി കിടക്കുകയാണ് 4ഉം 8ഉം 10ഉം അധ്യായങ്ങൾ. 10 ആണോ 14 ആണോ എന്ന് എനിക്ക് സംശയമുള്ളൂ. കാരണം 8ാം അധ്യായത്തിലെ തിരുവചനം ഞാൻ കാണാതെ ചൊല്ലാറുണ്ട്. സിസ്റ്റർ എനിക്ക് വിശ്വാസമുണ്ട്. സിസ്റ്ററിലുള്ള വലിയ വിശ്വാസം അത് ഏറ്റുപറയുകയാണ് ഇവിടെ. പ്രായമുള്ള സിസ്റ്ററാണോ? ഇല്ല, സിസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? അവിടെ സ്കൂളിൽ പഠിപ്പിക്കും. സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്റർ. സിസ്റ്ററിലുള്ള വിശ്വാസം ശരിയോ തെറ്റോ? കമ്പ്യൂട്ടർ മറുപടി നൽകും. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. കൺഗ്രാജുലേഷൻ. സിസ്റ്ററെ രക്ഷിച്ചു. അതുപോലെ തന്നെ അവസാന നിമിഷം സിസ്റ്റർ മീരയുടെ മനസ്സിലും 14 എത്തിയിരുന്നു. 9 ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരവുമായിട്ട് ഒരു ഗോൾഡൻ ചാൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 10ാം ചോദ്യത്തിലേക്ക് കടക്കുന്നു. കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സിസ്റ്റർ മീര ടോമിന് കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ അടുത്ത ചോദ്യം ഇതാണ്.
ഇസ്രായേലിന്റെ ആദ്യജാതൻ ആര്? ഓപ്ഷൻ എ എലിയാസാഫ്, ഓപ്ഷൻ ബി മോശ, ഓപ്ഷൻ സി റൂബൻ, ഓപ്ഷൻ ഡി ജോസഫ്. ആലോചിക്കാം. 45 സെക്കൻഡുകൾ, 4 ഓപ്ഷനുകൾ. എല്ലാ ഓപ്ഷനുകളിലേക്കും പോകാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഓപ്ഷൻ സി റൂബൻ. ഓപ്ഷൻ സി റൂബൻ. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി റൂബൻ. എന്തായിരുന്നു മനസ്സിൽ കൂടി കടന്നുപോയ ചിന്തകൾ? റൂബൻ തന്നെയാണ്. ഉറപ്പിച്ചു. മോശയും ജോസഫും ഒന്നുമല്ല, അല്ല. ആദ്യജാതൻ. എവിടെയാണ്, ഏത് ഭാഗത്താണ് ഇത് വായിക്കുന്നത് ഓർക്കുന്നുണ്ടോ? യാക്കോബിന്റെ മക്കളുടെ പേരാണിത്. ആദ്യത്തെ പുത്രൻ റൂബനാണ്. പിന്നെ ജോസഫിനൊരു ആദിജാതൻ എന്നുള്ളൊരു അംഗത്വം കൊടുക്കുന്നുണ്ട് പിന്നെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗത്ത്. അതിൽ പറയുന്നത് റൂബൻ തന്റെ ശയ്യയിൽ കയറി, അതുകൊണ്ട് തന്നെ റൂബന്റെ ആദിസ്ഥാനം കഴിഞ്ഞു എന്നിട്ട് ജോസഫിന് കൊടുക്കുന്ന. പക്ഷെ ഇസ്രായേലിന്റെ ആദിജാതൻ റൂബനാണ്. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. 10ാമത്തെ ചോദ്യം. കൺഗ്രാജുലേഷൻസ്. ഇനി 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം. മെഗാ റൗണ്ടിലേക്ക് സിസ്റ്റർ കടക്കുകയായി. 11ാമത്തെ ചോദ്യവും 12ാമത്തെ ചോദ്യവും. സഭയുടെ ശുശ്രൂഷയുടെ തലങ്ങൾ ഒട്ടനവധിയാണ്. സഭ എന്നും മുന്നിൽ കാണുന്നതും കൂടുതൽ കൂടുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു മേഖലയാണ് ആതുര ശുശ്രൂഷ തലങ്ങൾ. സഭയുടെ ഈ ശുശ്രൂഷ മേഖലകൾ എന്ത് പറയുന്നു സിസ്റ്റർ മീര ടോം? ആതുര ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹവും കൃപ കൊണ്ട് മാത്രമാണ് അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. എനിക്ക് തോന്നുക എല്ലാവർക്കും ചെയ്യാൻ പറ്റണില്ലെന്ന് പറയുമ്പോൾ തന്നെ മുറിവേറ്റവര്, അതുപോലെ ഒരുപാട് വ്രണങ്ങളുള്ളവര്, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുക, ഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. അതിനൊരു കരുണയുടെ മനസ്സ്, ഒരു ദൈവം സ്പർശിക്കുന്ന ഒരു കരം കൊണ്ട് തൊടാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ അതൊരു വിജയമാവുക എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു തലത്തിലുള്ള ഒരു വിജയം പോലെയല്ല ആതുര ശുശ്രൂഷ മേഖലയിലെ വിജയം. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ റിസൾട്ട് നമുക്ക് പിന്നീട് അറിയാനായിട്ട് കഴിയും. നാം ചെയ്തതിന്റെ ഫലം എന്താണെന്ന് ഒരു വർഷത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴോ പെട്ടെന്ന് തിരിച്ചറിയും. അതേസമയം ആതുര ശുശ്രൂഷ മേഖല എന്ന് പറഞ്ഞാൽ ഒരു നിസ്വാർത്ഥ സേവനത്തിന്റെ മേഖലയാണ്. അപ്പോൾ ഇതിന്റെ അകത്തേക്ക് ആദ്യമായിട്ട് ഞാൻ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് ഇതിനോട് ചേർന്ന് പോകുന്ന ഒന്നായിരുന്നില്ല. അധികാരികൾ പറഞ്ഞതുകൊണ്ടും അനുസരണത്തെ പ്രതിയും ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ കാണുമ്പോൾ ഒരു സമർപ്പിത എന്ന നിലയിൽ ഏറ്റവും നന്നായിട്ട് ദൈവത്തെ കൊടുക്കാനും എന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് എല്ലാമായി തീരാനും കഴിയുന്ന ഒരു മേഖലയാണ് ആതുര സേവന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികളുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അറിയാനായിട്ട് കഴിയും. കാരണം മറ്റൊരു വേദിയിൽ നമ്മൾ അവരെ ചെന്ന് കാണുമ്പോൾ അവരെപ്പോഴും വേദനിക്കുന്ന അവസ്ഥയാകണമെന്നില്ല. അതേസമയം ഹോസ്പിറ്റലിൽ ഞാനൊരു പേഷ്യന്റിനെ കണ്ട അത് അവരുടെ ഏറ്റവും ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷമാണ്. വേദനിക്കുന്ന, ഒന്നും അല്ലാതായി തീരുന്ന, എന്റെ കഴിവുകളെല്ലാം അസ്തമിച്ച് ദൈവത്തിന്റെ മുമ്പിൽ എപ്പോ വേണമെങ്കിലും അടിയറ വെക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ അവസ്ഥ. അപ്പൊ ഈശോയെ കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള മേഖലയും ഇത് തന്നെയാണ്. വേദനിക്കുന്നവരെ വിശ്വാസത്തിൽ ഉയർത്താൻ, അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയോട് ചേർന്ന് നിന്ന് ചെയ്യാൻ കഴിയുന്ന വളരെ മനോഹരമായൊരു മേഖലയായിട്ട് ഇപ്പോൾ ഞാൻ ആതുര ശുശ്രൂഷ മേഖലയെ കാണുന്നുണ്ട്. ആതുര ശുശ്രൂഷ മേഖലയിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന മീര ടോം സിസ്റ്ററിന് കാനാൻ ദേശത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. തീർച്ചയായും. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 11ാമത്തെ ചോദ്യം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അനുസരിച്ച്
ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് മോഹിച്ചതാര്? ഓപ്ഷൻ എ സൈന്യത്തലവനായ കൊർണേലിയൂസ്, ഓപ്ഷൻ ബി മാന്ത്രികനായ ശിമയോൻ, ഓപ്ഷൻ സി തളർവാദ രോഗിയായ ഐനയാസ്, ഓപ്ഷൻ ഡി തുകൽ പണിക്കാരനായ ശിമയോൻ. ചിന്തിക്കാം. 4 ഓപ്ഷൻസ്. ബി മാന്ത്രികനായ ശിമയോൻ. ബി മാന്ത്രികനായ ശിമയോൻ. പെട്ടെന്നുള്ള ഉത്തരം. മാറ്റമില്ലാത്ത ഉറപ്പിലേക്ക് നീങ്ങട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി മാന്ത്രികനായ ശിമയോൻ. വളരെ പെട്ടെന്ന് 11ാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ 12. അതിലും വിജയിച്ചാൽ അടുത്ത റൗണ്ടിലേക്ക്, മെഗാ റൗണ്ടിലേക്ക് കടക്കുകയാണ് സിസ്റ്റർ മീര ടോം. 3 ഓപ്ഷൻസ് മാറ്റിവെച്ച് ഓപ്ഷൻ ബിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. കൺഗ്രാറ്റുലേഷൻ. ഒരേ ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. എന്താ മാന്ത്രികനായ ശിമയോൻ? കാരണങ്ങൾ. പത്രോസും യോഹന്നാനും മറ്റുള്ളവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് കണ്ട് ഈ മാന്ത്രികനായ ശിമയോൻ ചോദിച്ചു, ഞാൻ പണം തരാം, എനിക്ക് ഈ വിദ്യ ഒന്ന് കൈക്കലാക്കണമെന്ന്. അപ്പോൾ പത്രോസ് വളരെ താക്കീത് കൊടുക്കേണ്ടത്, നിന്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നത് ഈ മാന്ത്രികനായ ശിമയോനാണ്. അവൻ നല്ലവനാകാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു കൃപാവരം പണം കൊടുത്ത് സ്വീകരിക്കാൻ പറ്റുമെന്ന് അവൻ വിശ്വസിച്ചു. വെരി ഗുഡ് സിസ്റ്റർ, നല്ല ഉത്തരം. സിസ്റ്റർ മീര 11 ചോദ്യങ്ങൾ ചോദിച്ചു. 11നും കൃത്യമായും വ്യക്തമായ ഉത്തരങ്ങൾ, ന്യായങ്ങളും ന്യായീകരണങ്ങളും, ഒട്ടനവധി പങ്കുവെക്കലുകൾ, അനുഭവ സാക്ഷ്യങ്ങൾ. 12ാമത് ചോദ്യം, അവസാന ചോദ്യം. നമ്മളിതിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ ഗോൾഡൻ സീഡ് ക്വസ്റ്റ്യൻ ഇതാണ്: വെള്ള പൂശിയ മതിലെ എന്ന് ആരെയാണ് പൗലോസ് വിളിച്ചത്? ചോദ്യം ഒരിക്കൽ കൂടി. വെള്ള പൂശിയ മതിലെ എന്ന് പൗലോസ് വിളിച്ചത് ആരെ? ശരിയുത്തരം SMS ആയോ ഇമെയിലായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesham@gmail.com. വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ഓഫ് കാനാന്തേശം. 12ാമത് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. നമ്മുടെ യുവജനങ്ങൾ, അവരെ ഇന്ന് സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, മൊബൈൽ ഫോൺ. ഇതെങ്ങനെ നമ്മുടെ ആധുനിക തലമുറയെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ തകർച്ചയിലേക്കാണോ നേട്ടങ്ങളിലേക്കാണോ നയിക്കുന്നത്? 2 രീതിയിലും നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എല്ലാവരും മോശമല്ല, എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ നന്മയുണ്ട്. ആ നന്മയുടെ അംശത്തെ ഒന്ന് ഉണർത്തിക്കൊണ്ട് വരാൻ മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, ബെനഡിക്റ്റ് പാപ്പയും പറഞ്ഞായിരുന്നു, മാധ്യമങ്ങളിലൂടെ ഈ വചനങ്ങൾ, അതുപോലെ അപ്പസ്തോലിക ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ, യുക്യാറ്റ് അടക്കം അത് നിങ്ങളുടെ ഇമെയിലുകളായിട്ട്, നെറ്റ്വർക്കുകളായിട്ട് നിങ്ങൾ സംപ്രേഷണം ചെയ്യും. എല്ലാവരും അത് വായിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാധ്യമങ്ങളുണ്ടായാലും ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടായാലും ഇതൊക്കെ നന്മയാക്കി മാറ്റാനായിട്ട് കഴിയും. നമ്മൾ എല്ലാവരിലും ഒരു നന്മ ദർശിക്കുകയും ആ നന്മയോടൊരു ആകർഷണം പുലർത്തുകയും അതൊന്ന് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതേ ഉള്ളൂ. നമ്മൾ തിന്മ കാണുകയും യുവജനങ്ങളെ വിധിക്കുകയും ചെയ്യുമ്പോൾ അവർ വീണ്ടും വിമർശന ബുദ്ധിയോടെ നമ്മിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. അപ്പം ഞാൻ കണ്ടെടുത്തോളം, അല്ലെങ്കിൽ ഇടപെട്ടിട്ടുള്ള ചെറുപ്പക്കാരായാലും കണ്ടുമുട്ടിയ വ്യക്തികളായാലും അനുഭവങ്ങൾ കേട്ടെടുത്തോളം ആയാലും അവരെല്ലാം നന്മയൊന്ന് കാണുക, അതിനെ ഒന്ന് പോസിറ്റീവായിട്ടുള്ള വഴിയിലൂടെ ഒന്ന് തിരിച്ചുവിടുക. ഒരു പ്രോത്സാഹനം മാത്രം മതി ഇവർ കത്തിജ്വലിച്ച് നാട് മുഴുവൻ നന്മ ഉള്ളവരാകാനായിട്ട്. അങ്ങനെ അവർ മോശക്കാരാണെന്നോ മാധ്യമങ്ങൾ അവരെ ഒരുപാട് വഴി തെറ്റിക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവർക്ക് ഡിറക്ഷൻ കൊടുക്കാൻ ആരെങ്കിലും വേണം.
അവർക്ക് പടയാളികളെ പോലെ നിൽക്കുന്ന ആരെയല്ല ആവശ്യം, കൂട്ടുകാരെ പോലെ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ വഴി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ്, സഹയാത്രികനെയാണ് അവർക്ക് ആവശ്യം. അപ്പൊ ക്രിസ്തു അവരുടെ കൂടെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ ആ വഴി ഒരു മോശപ്പെട്ട വഴിയല്ലെന്ന്. കാരണം യുവജനങ്ങൾ കാണണത് പ്രാർത്ഥനയുടെ മേഖല, എല്ലാവരും അല്ല, വളരെ കുറച്ചു പേര് പ്രാർത്ഥനയുടെ മേഖല അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസത്തിന്റെ മേഖലയൊക്കെ അറിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഒത്തിരി ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു സ്പിരിറ്റ് കിട്ടാനായിട്ടുള്ള ഒരു വേദി മാത്രമാണ് ഈ പ്രാർത്ഥന, കരിസ്മാറ്റിക്, ധ്യാനം എന്നൊക്കെയാണ് അവര് കാണണേ. അതല്ല, ജീവിതത്തിലെ എല്ലാ അർത്ഥവും മുട്ടുമ്പോൾ ചെന്ന് അന്വേഷിക്കേണ്ട ഒരു വഴിയല്ല ദൈവം. ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകേണ്ട ഒന്നാണ് ദൈവം. ആ ദൈവത്തിന്റെ കൂടെ നടക്കുന്നത് ആസ്വാദികരമാണെന്നും ആനന്ദകരമാണെന്നും അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ, ആ വഴിയിൽ ഒരു സഹയാത്രികയാകാൻ എല്ലാവർക്കും കഴിയുമ്പോൾ യുവജനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് മാറും. ഇപ്പോഴും അവരിൽ ഒത്തിരി നന്മയുണ്ട്, അത് കാണാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കാറ്. അവരോടൊപ്പം ഒരു കൂട്ടുകാരെ പോലെ പ്രവർത്തിക്കുവാൻ, നന്മകൾ കാണിച്ചു കൊടുക്കുവാൻ ഇന്നത്തെ സമർപ്പിത സമൂഹത്തിന് സാധിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നോ രണ്ടോ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം. നമ്മളും കുടുംബത്തിൽ നിന്നാണ് വന്നിക്കുന്നത്. അപ്പോൾ ഞാൻ കടന്നു വന്ന വഴികൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനും മനുഷ്യനാണ്, ബലഹീനയാണ്. അപ്പോൾ ഞാനും തെറ്റുകളിലേക്ക് വീണു പോകും. അതിലേക്ക് നോക്കിയിട്ട് സഭ മുഴുവൻ മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. ഒരു വാഴക്കൊല എടുത്താൽ അതിൽ ഒരു പഴം ചീത്തയായാൽ നമ്മളത് മുഴുവൻ കളയാറില്ല. നമ്മൾ നന്മ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ നന്മയിലേക്ക് നമ്മുടെ മനസ്സും ആകർഷിക്കപ്പെടും, നമ്മളും നല്ലവരായിട്ട് മാറും. നല്ല പങ്കുവെക്കൽ സിസ്റ്റർ. കാനാൻ ദേശത്തിലെ 11 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെക്കാൾ ഞാൻ വിലമതിക്കുന്നു സിസ്റ്ററിന്റെ ഈ കാഴ്ചപ്പാടുകൾക്ക്, ഈ പങ്കുവെക്കലിന്. 12ാമത് ചോദ്യം, അവസാന ചോദ്യം കടക്കട്ടെ. സിസ്റ്റർ മീര ടോമിന് കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ 12ാമത്തെ ചോദ്യം ഇതാണ്. സമാഗമ കൂടാരത്തിൽ 1-ാം ദിവസം കാഴ്ച സമർപ്പിച്ചത് ആര്? ഓപ്ഷൻ എ നാദാബ്, ഓപ്ഷൻ ബി അഹ്റോൻ, ഓപ്ഷൻ സി നഖ്ശോൻ, ഓപ്ഷൻ ഡി മോശ. നാല് ഓപ്ഷൻസ്: നാദാബ്, അഹ്റോൻ, നഖ്ലോൻ, മോശ. സി നഖ്ശോൻ. സി നഖ്ശോൻ. ലോക്ക് ചെയ്യട്ടെ. അവസാനത്തെ ചോദ്യം. മെഗാ ഇവന്റിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലോക്ക് ചെയ്യാമോ? പ്ലീസ് ലോക്ക്. ഓപ്ഷൻ സി. ഉത്തരം അറിയാനുള്ള ആകാംക്ഷ സിസ്റ്റർ മീരയ്ക്കുമുണ്ട്, പ്രേക്ഷകർക്കുമുണ്ട്. ഉത്തരത്തിലേക്ക് കടക്കുന്നു. നിർണായകമായ, വിധി നിർണായകമായ ഉത്തരം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. ഉത്തരം ശരി. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം, അഭിമാനം തോന്നുന്നു. 12 ചോദ്യങ്ങൾ, 12 ശരിയായ ഉത്തരങ്ങൾ, അതും കർത്താവിൽ ആശ്രയിച്ച് അർപ്പിച്ച് അടുത്ത റൗണ്ടിലേക്ക്, മെഗാ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഈ നിമിഷത്തിൽ. എന്ത് തോന്നുന്നു ആ ഹൃദയത്തിന്റെ ഉള്ളിൽ? സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച അധികാരികളോട് ഉള്ളിൽ നന്ദിയുണ്ട്. അനുസരണത്തിന്റെ കൃപ കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ തന്നെ വന്നത്. ഇന്നത്തെ തലമുറ അനുസരിക്കുന്നത് ഒരു തടവ് പോലെ കരുതുന്ന, സ്വാതന്ത്ര്യം അന്വേഷിക്കുന്ന ഒരു തലമുറയാണ്. അനുസരണത്തിന് കൃപയുണ്ട് എന്ന് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളാണ് ഞാൻ. അപ്പോൾ അതൊരു വരും തലമുറയ്ക്ക് ഒരു പാഠമാകട്ടെ, അവർക്കൊരു സന്ദേശമാകട്ടെ എന്നൊരു ആഗ്രഹം കൂടി എൻ്റെ ഉള്ളിലുണ്ട്. ഒത്തിരി നല്ല അനുഭവങ്ങൾ. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയുടെ എല്ലാ ഭാവങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ സിസ്റ്റർ മീര ടോമിന് നേരുകയാണ്. CMC സന്യാസ സഭയിലെ സിസ്റ്റർ മീരയുടെ
സുഹൃത്തുക്കളും സഹോദരങ്ങളുമായ സിസ്റ്റേഴ്സ്, ഈ വിജയം നിങ്ങൾ എങ്ങനെ കാണുന്നു, വിലയിരുത്തുന്നു? ഇത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. സിസ്റ്റർ മേരിയോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. എലിസബത്ത് തന്റെ ചെറുമകളായ മറിയത്തിന് കിട്ടിയ ഭാഗ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചു പാടുന്നു. മറിയം എലിസബത്തിനോടൊപ്പം പാടുന്നത് പോലെ ഞങ്ങളുടെ സ്വന്തം സഹോദരി സിസ്റ്റർ മേരിയോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ സഭാംഗങ്ങളും അധികാരികളും നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദാനത്തിന് നന്ദി. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്.